നമസ്കാരം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇഡിയും സിബിഐയും കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത് എന്ന് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു മഹാസംഗമം നടക്കുകയുണ്ടായി. ആ മഹാസംഗമത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും 24 മണിക്കൂറും വിമർശിക്കുമ്പോൾ തനിക്കെതിരെ 24 മണിക്കൂറും വിമർശിക്കുകയാണ് കേരള മുഖ്യമന്ത്രി തന്നെ. ഇക്കാര്യം ജനങ്ങൾ ചിന്തിക്കണമെന്നാണ് ഗാന്ധി പറയുന്നത്. ഇന്ത്യയിലെ 2 മുഖ്യമന്ത്രിമാരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതുവരെയും കേരള മുഖ്യമന്ത്രിയെ തേടി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ പരാമർശം. പദപ്രശ്നം പോലെ ഇക്കാര്യത്തിൽ എന്തും ആലോചിച്ചിട്ടും തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 56 മണിക്കൂറാണ് തന്നെ ED ചോദ്യം ചെയ്തത് എന്നുകൂടി രാഹുൽ വ്യക്തമാക്കി. BJPയെ എങ്ങനെ അസ്വസ്ഥപ്പെടുത്താമെന്നാണ് താൻ ഓരോ ദിവസവും ആലോചിക്കുന്നത് എന്നും പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ BJP MPമാർ ഇയാൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയും, അതിന് താൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നും BJP മാധ്യമങ്ങളെ ഉപയോഗിച്ച് എന്നെ വേട്ടയാടുകയാണ് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ലോക്സഭാ അംഗത്വം എടുത്തു കളഞ്ഞു, ED ചോദ്യം ചെയ്തു, ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി, ആ വൃത്തികെട്ട വീട് വേണ്ടെന്ന സന്തോഷമാണ് എനിക്കിപ്പോൾ തോന്നിയത് എന്നും ഈ രാജ്യത്ത് തനിക്ക് ലക്ഷക്കണക്കിന് വീടുകളുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനായി ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുകൂടി രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. ഒരു പാർട്ടിയും ചെയ്യാത്തത് BJP ചെയ്യുകയാണ്. ഭാഷ അടിച്ചേൽപ്പിച്ച് BJP ഓരോ കേരളീയനെയും അപമാനിക്കുന്നു. മലയാള ഭാഷയിൽ മലയാളിയുടെ ചരിത്രവും എല്ലാ വികാരങ്ങളുമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മലയാളം സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഏത് ഭാഷയിൽ കേരളം അതിൻ്റെ ചരിത്രം പറയും. കേരളത്തിലെ ദോശയും തമിഴ്നാട്ടിലെ ദോശയും വ്യത്യസ്തമാണ് എന്ന് മോദി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും തമിഴ്നാടിൻ്റെ ചരിത്രം മനസ്സിലാക്കാതെ അവിടുത്തെ ദോശ ഇഷ്ടമാണ് എന്ന് മാത്രം മോദി പറയുന്നുണ്ട് എന്നും ഇന്ത്യയുടെ അടിസ്ഥാന ആശയം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മോദിക്ക് കഴിയില്ല എന്നുകൂടി പറയട്ടെ. താൻ ഭാരത് ജോഡോ യാത്ര നടത്തി 4000 കിലോമീറ്റർ നടന്നു, ഇതിൻ്റെ മുട്ടുവേദന ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ് കരയുകയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങളിലെയും ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് 1 ലക്ഷം ഒരു വർഷം ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ഉറപ്പാക്കും. അംഗനവാടി ആശാ പ്രവർത്തകർക്കും ശമ്പളം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു നൽകുമെന്ന് കൂടി പറയുന്നു. 30 ലക്ഷം സർക്കാർ ജോലികൾ രാജ്യത്തുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കരാർ ജോലികൾ പൂർണ്ണമായും റദ്ദാക്കി സ്ഥിര നിയമനം കൊണ്ടുവരുമെന്നും ഓരോ ബിരുദധാരികൾക്കും തൊഴിൽ പരിശീലനം ഉറപ്പാക്കുന്നതിന് നിയമം കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. അങ്ങനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും വിമർശിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൂടി രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയിരിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ വന്ന് കേരള മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ വിമർശിക്കേണ്ടി വരുന്നു. ഡൽഹിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെത്തുമ്പോൾ നമ്മുടെ അതിർത്തി പ്രദേശം കടന്നു കഴിയുമ്പോൾ ഇതേ മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷവും ഈ രാഹുൽ ഗാന്ധിക്കുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും വിമർശിക്കേണ്ടി വരുന്ന കാരണമെന്ന് പറയപ്പെടുന്ന EDയും CBIയും ഒക്കെ കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ്. EDയെയും CBIയെയും ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പലതരത്തിലുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവരാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിക്കും തോന്നിത്തുടങ്ങി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിക്കാരനാണ് എന്ന്. കാരണം അവരൊരേ മുന്നണിയിലുള്ളവരാണ്. ഇന്ത്യ മുന്നണിയുടെ 2 നേതാക്കളാണ് പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും. അഴിമതിയുടെ കറപുരളാത്ത നേതാക്കൾ ആരെങ്കിലും ഇന്ത്യ മുന്നണിയിലുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക്. ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര വിമർശനങ്ങൾ പിണറായി വിജയനെ നിങ്ങൾ പറഞ്ഞാലും, പിണറായി വിജയനെ EDയും CBIയും ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വാവിട്ട് കരഞ്ഞാലും നിങ്ങൾ 2 പേരും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും പിണറായിയുടെ കമ്മ്യൂണിസ്റ്റുമൊക്കെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഈ മുതലക്കണ്ണീർ ഒരിക്കലും ജനങ്ങൾ മനസ്സിലാക്കുകയോ ആ മുതലക്കണ്ണീരിൽ വീണ് നിങ്ങൾക്ക് വോട്ട് ലഭിക്കുകയോ ചെയ്യില്ല എന്നുള്ളതായിരിക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ ഫലം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്.